ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള RC പ്ലെയിനാണ്. നമ്മുടെ മൊബൈലിൽ വെച്ച് തന്നെ കൺട്രോളും ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ സർവോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ നമുക്കൊരു അടിപൊളി ഒരു RC പ്ലെയിൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിവിടെ സർവോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പ്ലെയിൻ എങ്ങനെ ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വിങ്ങിയിൽ ഓരോ മോട്ടേഴ്സ് വെച്ചുകൊണ്ട് ലെഫ്റ്റും റൈറ്റിലും ഇപ്പോൾ രണ്ട് മോട്ടോ സെയിം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലെയിൻ ഫോർവേഡ് പോകും. ഇപ്പോൾ റൈറ്റോ ലെഫ്റ്റോട്ട് ടേൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു മോട്ടറിൻ്റെ സ്പീഡ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും മൂവ്മെൻറ്റ് കിട്ടും. സോ അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു ഫോം പ്ലെയിൻ വേണം. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു ഫോം പ്ലെയിനാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 150-200 രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ്. ഇതിന് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 41 ഗ്രാം മാത്രമേ ഉള്ളൂ. ശരിക്കും 41 ഗ്രാം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കൂടുതലാണ് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പം. സോ നമുക്ക് മാക്സിമം ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കണം. എത്ര വെയിറ്റ് കുറയ്ക്കുന്നു അത്രയും ലോഡ് നമ്മുടെ മോട്ടറിലോട്ടുള്ള കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ പ്ലെയിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക് ഇരിപ്പുണ്ട്. ശരിക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 12 ഗ്രാമാണ്. നമുക്ക് ഈ 12 ഗ്രാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നേരെ സെയിം സാധനം തന്നെ നമ്മൾ തെർമോക്കോൾ വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇവിടെ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 തെർമോക്കോൾ നമ്മൾ കട്ട് ചെയ്ത ശേഷം ഗ്ലൂ ചെയ്തിട്ട് എന്നിട്ട് പിന്നെ സാൻഡ് ചെയ്ത് അതേ ഷേപ്പിലാക്കി എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സെയിം ഷേപ്പ് തന്നെയാണ്. അപ്പോൾ ബാറ്ററി വെക്കാനും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് വെക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് വേണം. അതിനുവേണ്ടി നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അവിടെ ഹോൾഡ് എടുക്കുന്നുണ്ട്. ഏറ്റവും പറ്റുമെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ വെക്കുന്നതാണ് ഇതെല്ലാം നല്ലത്. കാരണം പറഞ്ഞാൽ സെൻട്രൽ ഗ്രാവിറ്റി ഓൾമോസ്റ്റ് അവിടെ ആയിരിക്കും. അതുമാത്രമല്ല നോസ് ഹെവി പ്ലെയിൻ ആയിരിക്കും എപ്പോഴും നല്ലത്, ടെയിൽ ഹെവിയെക്കാട്ടിലും. നോസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ ഹെവി ആയിട്ടുള്ള പ്ലെയിൻ. സോ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുന്നതാണ്. നമ്മൾ സോൾഡറിംഗ് ഉപയോഗിച്ചിട്ട് ഒരു വി ഷേപ്പിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മോട്ടറിൽ നിന്നുള്ള വയേഴ്സ് സെൻട്രലിലോട്ട് എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഹോളിൽ കൂടെ ആയിരിക്കും നമ്മൾ ഈ മോട്ടറിൻ്റെ വയേഴ്സ് സെൻട്രലിലോട്ട് എടുക്കുന്നത്. അടുത്ത് നമുക്ക് മോട്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ നമുക്ക് ഡയറക്റ്റ് വിങ്ങിന് വേണ്ട ഈ മോട്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ സ്ട്രെങ്ത് കിട്ടത്തില്ല. അതിനുവേണ്ടി നമ്മൾ 2 ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ നമ്മുടെ മോട്ടർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. വിങ് അനങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മോട്ടർ 8520യുടെ 2 കോർഡ്ലെസ് മോട്ടേഴ്സാണ്. അത്യാവശ്യം പവർഫുൾ മോട്ടറാണ്. അത് മാത്രമല്ല എടുക്കുന്ന സമയത്ത് ഒരു ക്ലോക്ക് വൈസ് മോട്ടർ എടുക്കുക, ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മോട്ടർ എടുക്കുക. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്കിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ മോട്ടർ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളൊരു ക്യാപ്പ് ഇട്ട ശേഷം അത് 2 പീസാക്കി മുറിച്ച ശേഷം അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഈ മോട്ടറിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. 65 mm പ്രൊപ്പല്ലേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ 50 ഗ്രാം ഓഫ് ത്രസ്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് മോട്ടർ സെറ്റ് ചെയ്തെടുക്കാം. മോട്ടർ സെറ്റ് ചെയ്തെടുക്കുന്ന മുമ്പ് ഒരു കാര്യം അറിഞ്ഞിരിക്കണം, നമ്മൾ സിമെട്രിക്കലായിട്ടായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറു സൈഡിൽ 8 സെൻറ്റിമീറ്റർ ആയിരിക്കണം ഡിസ്റ്റൻസ്. ഇപ്പോൾ അങ്ങനെയല്ല സെറ്റ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ 8 സെൻറ്റിമീറ്റർ അപ്പുറത്തോട്ടും 8 സെൻറ്റിമീറ്റർ ഇപ്പുറത്തോട്ടും എടുത്താണ് നമ്മൾ മോട്ടറിലൂടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ESP32 C3 ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇൻബിൽറ്റ് ബ്ലൂടൂത്തും ഉണ്ട്, അതുപോലെ തന്നെ വൈഫൈ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ബാറ്ററി ഡയറക്റ്റായിട്ട് കൊടുക്കാനും പറ്റും, പിന്നെ അതുപോലെ തന്നെ ചാർജ് ചെയ്തെടുക്കാനും പറ്റും. അടുത്ത നമുക്ക് മോട്ടർ റൺ ചെയ്യാൻ മോട്ടർ ഡ്രൈവേഴ്സ് വേണം. നമ്മളിവിടെ കോർഡ്ലെസ് മോട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയഡ് മോട്ടർ ഡ്രൈവേഴ്സ് അവൈലബിൾ അല്ല, ബിക്കോസ് ആംസ് കൂടുതൽ വലിക്കും. സോ നമ്മളൊരു കസ്റ്റം മോട്ടർ ഡ്രൈവർ ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. സോ ഇതാണ് നമ്മുടെ കസ്റ്റം മോട്ടർ ഡ്രൈവറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ള കമ്പോണൻസ് ഒരു മോസ്ഫെറ്റ് വേണം, ഒരു ഫ്ലൈ ബാക്ക് ഡയോഡ് വേണം, പിന്നെ റെസിസ്റ്റർ വേണം. ഈ 3 കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ ഒരു മോട്ടർ ഡ്രൈവർ ഉണ്ടാക്കാം. ഒരു മോട്ടർ ഡ്രൈവർ ഒരു മോട്ടർ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് 2 മോട്ടർ ഡ്രൈവർ വേണം, 2 മോട്ടർ കൺട്രോൾ ചെയ്യാൻ. സോ ഇതിൻ്റെ കമ്പോണൻസിൻ്റെ എല്ലാം പേര് നമ്മൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ മേടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് മോട്ടർ ഡ്രൈവറിനെ കുറിച്ച് സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മൾ പ്ലെയിൻ സർക്യൂട്ട് ഡയഗ്രാം. ഇതിനകത്ത് നമ്മൾ ESP32 2 പിൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് പിൻ നമ്പർ 4ഉം ഒന്ന് പിൻ നമ്പർ 5 ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് മോസ്ഫെറ്റിൻ്റെ ഗേറ്റിലോട്ടാണ്. ഇവിടെ കൂടാണ് നമ്മൾ PWM സിഗ്നൽസ് കൊടുത്തിട്ട് നമ്മൾ ഈ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് സോൾഡറിംഗ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോ വളരെ ലെങ്തി ആവും. സോ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാറ്ററി ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു കണക്ടറും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ 500 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്. നമ്മൾ അതിൻ്റെ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ ബാറ്ററി എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത് വിങ്ങിനോട് അടുത്തായിരിക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ വെച്ചിരുന്ന ബാറ്ററി വിങ്ങിനോട് അടുത്താണ്. കാരണം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗ്രാവിറ്റി കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ബാറ്ററി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നിങ്ങളും വെക്കുന്ന സമയത്ത് ബാറ്ററി ബാക്കി വെച്ചിട്ട്
ബാക്കി ബോർഡൊക്കെ ഫ്രണ്ടിലോട്ട് വെക്കാൻ നോക്കുക. താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കോഡിൻ്റെ. ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഫ്ലാഷ് ചെയ്താൽ മതി ESP32 നിങ്ങൾ സെയിം പിന്നാണ് യൂസ് ചെയ്യുന്നെങ്കിൽ 4 5 യൂസ് ചെയ്യുമെങ്കിൽ വർക്ക് ആയിക്കോളും. കോഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ മാത്രം ഈ പാർട്ട് കണ്ടാൽ മതി. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ചെറിയൊരു ആപ്ലിക്കേഷൻ സെറ്റിങ്സിൻ്റെ പാർട്ടുണ്ട് ഫോണിൽ, അത് മാത്രം പോയി കണ്ടാൽ മതി. നമ്മളിവിടെ പ്ലെയിനെ കൺട്രോൾ ചെയ്യുന്നത് ESP32 ഇൻഡിക്കേറ്റഡ് ബ്ലൂടൂത്ത് വെച്ചിട്ടാണ്. സോ നമ്മൾ ഫസ്റ്റ് റിമോട്ട് എക്സ്വേ എന്ന് പറഞ്ഞാൽ ഈ സൈറ്റിൽ പോയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾ കാണുന്നത് സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു പേജിലോട്ട് പോകും. അപ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ ഒരു കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു പാനലുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കുറച്ച് മെനൂസ് കാണാൻ പറ്റും, ബ്ലൂടൂത്ത്, ആർഡിനോ അങ്ങനെ പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആർഡിനോയിൽ ക്ലിക്ക് ചെയ്യണം, ബിക്കോസ് നമ്മൾ ആർഡിനോ ബോർഡല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ESP32. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോർഡിൻ്റെ പേര് കാണും, അതിനകത്ത് നമ്മൾ ESP32 ബോർഡ് സെലക്ട് ചെയ്യുക. ഇനി നേരെ നമ്മൾ അടുത്ത ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞ് അടുത്ത പാനലിൽ പോവുക. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റഡ് ബ്ലൂടൂത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻഡിക്കേറ്റഡ് ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യുക. ഇനി അടുത്ത ID മാറ്റമൊന്നുമില്ല, നമ്മൾ അത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴെ പോയിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഈ സേവ് ആവും. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്ക്രീനിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റണം, ഹൊറിസോണ്ടലാക്കണം. അതിനായി നമ്മൾ വ്യൂ പാനലിൽ പോവുക. അതിൻ്റെ അകത്ത് നമ്മൾ വെർട്ടിക്കൽ ഇപ്പോൾ കിടക്കുന്നത്, അതിന് വരെ നമ്മൾ ഹൊറിസോണ്ടലിലോട്ട് ചേഞ്ച് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഹൊറിസോണ്ടലായി. ഇനി നമുക്ക് ആവശ്യമുള്ള ബട്ടൺസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ത്രോട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്ലെയിൻ്റെ ഫോർവേഡ് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ജോയ്സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കൊടുത്ത ശേഷം നിങ്ങൾ ഗെറ്റ് കോഡ് പിടിച്ച് നിൽക്കി കഴിഞ്ഞാൽ നേരെ അടുത്തൊരു പേജിലോട്ട് പോകും. അവിടെ നിങ്ങൾക്ക് കോഡ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ബേസ് കോഡ്. ഈ കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ കോഡ് കോപ്പി ചെയ്യണം. നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബ്ലൂടൂത്തിൻ്റെ കോഡ്. അത് നമ്മളിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട എന്തൊക്കെയാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് നമ്മളെന്ന് പറഞ്ഞാൽ ഏതൊക്കെ പിന്നാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ 2 പിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ, 5ഉം 4ഉം. സോ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് മോട്ടറിന് നമ്മൾ 5 പിന്നും റൈറ്റ് മോട്ടറിന് നമ്മൾ 4 പിന്നുമാണ് നമ്മൾ യൂസ് ചെയ്തത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ PWM സിഗ്നലാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ മോട്ടറിന് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യണം, അതായത് ഡയറക്റ്റ് 100% കൊടുക്കുന്നത്. സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. അടുത്ത ലൈൻ ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള PWM സിഗ്നലിന് ഏതൊക്കെ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. അതുപോലെ തന്നെ നമ്മൾ റെസൊല്യൂഷൻ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കും. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 1000 നമ്മൾ ഫ്രീക്വൻസി ഡിഫൈൻ ചെയ്തു. നിങ്ങൾക്ക് 1000 മാത്രമല്ല 25,000 വരെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. 25,000 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ഫസ്റ്റ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും, അത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. 25,000 ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് നല്ലതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 8 ആണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ 0 to 255 ആണ് നമ്മുടെ PWM സിഗ്നലിൻ്റെ വാല്യൂ. അത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് 0യും അത് 255 എന്ന് പറഞ്ഞാൽ മാക്സിമം പവർ ആയിരിക്കും മോട്ടറിന്. ഇടയ്ക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പീഡിന് കുറച്ച് കുറഞ്ഞ് വരും. ഈ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് PWM ചാനൽ കൊടുക്കണം. പക്ഷേ നമ്മൾ അവിടെ കൂടെ അല്ലേ ഇത് കടത്തി വിടുന്നത്. അപ്പോൾ നമുക്കൊരു ചാനൽ വേണം. അപ്പോൾ നമ്മൾ 2 പിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് 2 ചാനലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 ചാനൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റിന് നമ്മൾ 0 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റൈറ്റിന് നമ്മൾ 1 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ സ്റ്റോപ്പ് മോട്ടർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ എപ്പോൾ കോൾ ചെയ്താലും നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡ് 0 ആവും. ഇത് എപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സിഗ്നൽ ലോസ് ആവുന്ന സമയത്തോ ഇല്ലെങ്കിൽ കണക്ഷൻ കിട്ടാത്ത സമയത്തോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് നമ്മുടെ മോട്ടർ നിർത്തിയിടാനോ ഒക്കെയാണ് നമ്മളിത് കോൾ ചെയ്യുന്നത്. നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് കോൾ ചെയ്യുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോയിഡ് സെറ്റപ്പാണ്. ഈ വോയിഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വട്ടേ അത് കോൾ ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ ബോർഡ് ഓൺ ആവുന്ന സമയത്ത് ഇതൊരു വട്ടം ഇതൊന്ന് റണ്ണ് ചെയ്യും, പിന്നെ റണ്ണ് ചെയ്യത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മളെന്ന് പറഞ്ഞാൽ മറ്റേത് തന്നെയാണ്, റിമോട്ട് എക്സ്വേ നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് വന്നതാണ്. ഇനി നമുക്ക് ഈ PWMൻ്റെ ആ ചാനലിലോട്ട് ഏത് ഫ്രീക്വൻസിയാണ് ഏത് റെസൊല്യൂഷനാണ് എന്ന് നമ്മൾ സെറ്റപ്പ് ചെയ്യാനുണ്ട്. അതാണ് LEDC സെറ്റപ്പിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 1000ഉം 8ഉം ഒക്കെ ഡിഫൈൻ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ 2 എണ്ണത്തിലും ഉണ്ട്, റൈറ്റിലും ലെഫ്റ്റിലും നമ്മൾ ചാനലിൻ്റെ അകത്തോട്ട് ഏത് ഫ്രീക്വൻസി കൊടുക്കുന്നതെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ചാനലിനെയും അതുപോലെ തന്നെ നമ്മുടെ മോട്ടറിൻ്റെ പിന്നുമായിട്ട് ബന്ധിപ്പിക്കണം. അതിനുവേണ്ടിയാണ് LEDC അറ്റാച്ച് എന്ന് പറഞ്ഞ് നമ്മളത് കോൾ ചെയ്യുന്നത്. അത് യൂസ് ചെയ്താണ് നമ്മൾ ബന്ധിപ്പിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ സ്റ്റോപ്പ് ഓൾ മോട്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് മോട്ടറിൽ ഓഫായിരിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ ഈ മോട്ടർ സ്റ്റാർട്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കോൾ ചെയ്തിരിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ലൂപ്പാണ്, വോയിഡ് ലൂപ്പാണ്. വോയിഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇത് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ റിമോട്ട് എക്സ്വൈ അത് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് വന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പവർ ഓൺ എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളത് ഓഫിലാണ് കിടക്കുന്നെങ്കിൽ, പവർ ഓഫിലാണ് കിടക്കുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന 0 ആയിരിക്കും. നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കണക്ട് ചെയ്തിട്ടില്ല നമ്മൾ റിമോട്ടുമായിട്ട്, അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് 0 ആയിരിക്കും. ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ 0 ആയിട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും മോട്ടർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനാണ് നമ്മൾ കമാൻഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ അവിടെ കിടന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്യുക, റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ തന്നെ കിടന്നിങ്ങനെ എപ്പോൾ നമ്മളിത് ഓൺ ആക്കുന്ന വരെ അത് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഓണാക്കിയ ശേഷമേ അടുത്ത ലൈനിലോട്ട് പോകത്തുള്ളൂ. അടുത്ത നമ്മുടെ ത്രോട്ടിലാണ്. അപ്പോൾ ത്രോട്ടിൽ നമ്മളിവിടെ ഒരു സ്ലൈഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡർ എന്ന് പറഞ്ഞാൽ 0 to 100 വരെയുള്ളൂ. ആ സ്ലൈഡറിൻ്റെ വാല്യൂ ഏറ്റവും ലോവസ്റ്റ് 0 മാക്സിമം ആണ്. അതിനിടയ്ക്ക് വാല്യൂസ് ഉണ്ട്. പക്ഷേ നമുക്ക് ആ വാല്യൂസ് അല്ല നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ കൺവേർട്ട് ചെയ്യണം ആ വാല്യൂസിനെ. ആ 0 to 100 നമ്മൾ PW സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സെറ്റ് ചെയ്യുക 0 മുതൽ 255 വരെയാണ്. അപ്പോൾ ആ വാല്യൂയിലോട്ട് നമ്മൾ മാപ്പ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ 100 എന്ന് പറഞ്ഞാൽ 255, 0 എന്ന് പറഞ്ഞാൽ 0യും അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അവർ ആ 0യും 255ൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസിലോട്ട് മാറ്റുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ മാപ്പ് ചെയ്തിരിക്കുന്നത്. സെയിം നമ്മൾ അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ്ങിലും അത് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ആ സ്റ്റിയറിംഗ് പോകുന്ന എക്സ് ആക്സിസ് മാത്രമേ നമ്മൾ സ്റ്റിയറിംഗ് എടുക്കുന്നുള്ളൂ. അവിടെ -100 മുതൽ 100 വരെയാണ് അതിൻ്റെ വാല്യൂസ്. പക്ഷെ നമുക്ക് അത്രയും വേണ്ട. നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ മോട്ടറിൻ്റെ ഫുൾ പവർ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ താഴോട്ട് വീഴും. ഒരു മോട്ടറിന് ഫുൾ പവർ കുറച്ചാൽ പ്ലെയിൻ താഴോട്ട് വീഴും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. -40 മുതൽ 40 വരെയാണ് നമ്മൾ ആ വാല്യൂവിനെ മാറ്റിയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ലൈൻ ഓഫ് കോഡ്സ് ആണ് മെയിൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ത്രോട്ടിൽ മാക്സിമം 100% ആണ് 255 ആണ് PW സിഗ്നൽ. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇനി അതിൻ്റെ മുകളിലോട്ടൊന്നും കയറത്തില്ല. നമ്മൾ പറഞ്ഞ് ഈ തിരിയണമെങ്കിൽ ടേൺ ചെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ ആ സ്പീഡ് ഡിഫറൻസ് വേണം. അപ്പോൾ നമ്മൾ എപ്പോഴും 30-40 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ലൈൻ ഓഫ് കോഡ്സ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ 30-40 എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ 255 ആയാലും നമ്മൾ താഴത്തെ വാല്യൂ അത്രയ്ക്ക് അങ്ങ് കുറയ്ക്കത്തില്ല. അത്രയുള്ള ഡിഫറൻസ് എപ്പോഴും ആ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും ആ ഡിഫറൻസ്. നമ്മൾ ആവശ്യമുള്ള കാൽക്കുലേഷൻസ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ LEDC റൈറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ PW സിഗ്നലിനെ നമ്മുടെ മോട്ടറിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈൻ ഓഫ് കോഡ്സ്. ഏകദേശം ഒരു 114 ലൈൻസ് ഓഫ് കോഡ്സ് ഉണ്ട്. നമ്മൾ ഈ കോഡ് ESP32 ഫ്ലാഷ് ചെയ്ത ശേഷം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ നമ്മൾ റിമോട്ട് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അടുത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഒരു ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞൊരു ഇത് കാണും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റിമോട്ടും നമ്മുടെ പ്ലെയിനുമായിട്ട് കണക്റ്റ് ആവും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കോഡ് സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓണാക്കിയ ശേഷം നമ്മൾ ത്രോട്ടിൽ അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടറോട് റൊട്ടേറ്റ് ചെയ്യണം. അതുപോലെ ലെഫ്റ്റ് റൈറ്റും വർക്കും ആവാം. ഇതുപോലെ നമ്മൾ കാണിക്കുന്ന പോലെ. അപ്പോൾ ഈ പ്ലെയിൻ ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.